നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ട്രേസിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. പിക്ചേഴ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എങ്ങനെ ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യണമെന്നും നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. പ്രിൻ്റ് ഔട്ട് എടുക്കാതെ എങ്ങനെ നമുക്ക് ഡയറക്റ്റ് ട്രേസ് ചെയ്യാമെന്നും അതുപോലെ ഡയറക്റ്റ് ക്ലോത്തിലേക്ക് എങ്ങനെ ട്രേസ് ചെയ്യാമെന്നുമാണ് പഠിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിട്ട് ഇതിന് മുന്നേ ഉള്ള വീഡിയോസ്, അതായത് ട്രേസിംഗ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു നോക്ക്. പ്രിൻ്റ് ഔട്ട് എടുക്കാതെ മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പേപ്പർ കോപ്പി എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോർ ഞാൻ സ്ക്രീനിൽ സർക്കിൾ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇനി മുകളിൽ ആ സെർച്ച് ഓപ്ഷനിൽ, അതായത് ഞാൻ ആ ടിക്ക് കൊടുത്ത സ്ഥലമില്ലേ, അവിടെ പേപ്പർ കോപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നില്ലേ, അതിൽ താഴത്തെ ഞാൻ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പേപ്പർ കോപ്പി ട്രേസർ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ അതിൻ്റെ ഐക്കൺ ശ്രദ്ധിച്ചാൽ മതി, 3 കളേഴ്സുള്ള ആ ഒരു ഐക്കൺ. ഞാൻ ആ ടിക്ക് മാർക്ക് കൊടുത്ത് ഇൻസ്റ്റാൾ ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഡൗൺലോഡ് ആയിട്ടുള്ള ഐക്കൺ ഉണ്ടാവും. അപ്പോൾ ആ ഐക്കണിൽ പ്രസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാ ഈ സർക്കിൾ ചെയ്തിരിക്കുന്നതാണ് ഐക്കൺ. ഞാൻ നേരത്തെയും ഈ ഐക്കൺ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഐക്കണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ ട്രേസ് ചെയ്യാനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് തരും. പേപ്പർ കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് പേപ്പറിലേക്ക് ഡയറക്റ്റ് പിക്ചർ ട്രേസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇവിടെ താഴെ സർക്കിളിൽ കൊടുത്തിരിക്കുന്ന ഓക്കെ ഗോട്ട് ഇറ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പിക്ചർ ഈ ഒരു ആപ്പ് ത്രൂ ട്രേസ് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ പറഞ്ഞു തരികയാണ്. സ്റ്റെപ്പ് 1, ഇമേജ് സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അവർ പറയുന്നത് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യണം എന്നാണ്. സ്ക്രീൻ ലോക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് ഞാൻ ട്രേസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇനി നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് പേപ്പർ ഈ ഒരു സ്ക്രീനിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് ഏത് പിക്ചറാണോ ട്രേസ് ചെയ്യേണ്ടത് ആ പിക്ചറിനെ ട്രേസ് ചെയ്യുക. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാനിത് ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയൽ ഫിനിഷായി. ആ ഫിനിഷ് ട്യൂട്ടോറിയലിൽ പ്രസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസും വീഡിയോസും പേപ്പർ കോപ്പി ആപ്പിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൂടി അലോ ചെയ്ത് കൊടുക്കണം. അടുത്തതായി ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് കാണിക്കുന്നത്. പേപ്പർ കോപ്പി ആപ്പ് നോർമലി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ സ്ക്രീൻ ലോക്ക് ആകുമ്പോഴും അൺലോക്ക് ആകുമ്പോഴും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സിമ്പലാണ്. തൊട്ട് താഴെ പറയുന്നത് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വോളിയം ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യണം. അതുപോലെ സ്ക്രീനിൽ കുറച്ച് സെറ്റിങ്സിൻ്റെ ഐക്കൺസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയം അപ്പ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ഇനി താഴെ ഓക്കെ ഗോട്ട് ഇറ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ചെയ്താൽ നെക്സ്റ്റ് ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗാലറിയിൽ നിന്ന് നമുക്ക് ട്രേസ് ചെയ്യേണ്ട പിക്ചർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സ്ക്രീനിൽ കാണിക്കും. നമുക്ക് ഈ ഒരു പിക്ചർ ഏത് സൈസിലാണോ ട്രേസ് ചെയ്യേണ്ടത് ആ ഒരു സൈസിലേക്ക് നമുക്ക് സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സൈഡിൽ കുറച്ച് സെറ്റിങ്സ് കൊടുത്തിട്ടില്ലേ, ഈ ഒരു സെറ്റിങ്സിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോളിയം അപ്പ് ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പിക്ചറിനെ ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെറിയ സൈസിലും അതുപോലെ വലിയ സൈസിലും ട്രേസ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എനിക്ക് ട്രേസ് ചെയ്യേണ്ട ചെറിയ സൈസിൽ ഞാൻ ഇമേജിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി വോളിയം ഡൗൺ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുകയാണ്. വോളിയം ഡൗൺ പ്രസ് ചെയ്യുമ്പോൾ മുകളിൽ ക്യാൻവാസ് ലോക്ക്ഡ് എന്ന് എഴുതി കാണിക്കും. ഇനി ഈ സ്ക്രീൻ മൂവ് ആവത്തില്ല, ഇതുപോലെ തന്നെ ഈ സ്ക്രീൻ ഇരിക്കും. നമുക്ക് ഇതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റും. ട്രേസ് ചെയ്യുന്നതിന് മുന്നേ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് നന്നായിട്ട് കൂട്ടിയിട്ടേക്കണം, അപ്പം നന്നായിട്ട് കാണാൻ പറ്റും. ഇനി സ്ക്രീനിന് മുകളിലായിട്ട് നമുക്ക് ട്രേസിംഗ് പേപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എവിടെയാണോ പിക്ചർ വേണ്ടുന്നത് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഡ്രോ ചെയ്ത് കൊടുക്കാം. പേപ്പർ മൂവ് ആകാതെ ശ്രദ്ധിച്ചോണം. അതുപോലെ നമ്മുടെ കൈ മൂവ് ആവാൻ പാടില്ല. കൈ മൂവ് ആയാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ട്രേസിങ്ങിൽ വരും.
പേപ്പർ മൂവ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പിക്ചറിന് മുകളിൽ വെച്ചതിന് ശേഷം ട്രേസ് ചെയ്യണം. ഇപ്പോൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഈസി ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇനി മൊബൈലിലെ പിക്ചറുമായിട്ട് കാണിക്കാം. കണ്ടോ എന്ത് ക്ലിയർ ആയിട്ട് നമ്മൾ ട്രേസ് ചെയ്തു എന്ന്. പ്രിൻ്റ് ഔട്ട് എടുത്ത് ട്രേസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ട്രേസ് ചെയ്ത് കിട്ടി. ചെറിയ മോട്ടീവ് ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വോളിയം ഡൗൺ ബട്ടണിൽ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ അൺലോക്ക് ആവും. മുകളിൽ ക്യാൻവാസ് അൺലോക്ക്ഡ് എഴുതി കാണിച്ചത് കണ്ടോ. ഇനി ഈ പിക്ചറിൻ്റെ സൈസ് ഞാനൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നിട്ട് ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന സെറ്റിങ്സ് കണ്ടോ. ഈ സെറ്റിങ്സും സെയിം ഇതുപോലെ തന്നെ നമുക്ക് ക്യാൻവാസ് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ്. സെറ്റിങ്സിൽ ലോക്ക് ചെയ്താലും നമുക്ക് വോളിയം ബട്ടൺ ഡൗൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആകും. ഇനി ഈ ഒരു പിക്ചറിൻ്റെ സൈസ് ഞാൻ വലുതാക്കുകയാണ്. വലുതാക്കുമ്പോൾ ഫുള്ള് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കവർ ആകത്തില്ല. കുറച്ച് നമുക്ക് മുന്നിലും പുറകിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എത്ര വലിപ്പത്തിലാണോ പിക്ചർ വേണ്ടത് അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ ഫസ്റ്റ് പകുതി കാണുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് പകുതിയെ നമുക്ക് ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്രയും ഭാഗം ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലെ പേപ്പർ മുകളിൽ വയ്ക്കാം. പേപ്പർ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ട്രേസ് ചെയ്യാം. ഇവിടെയും ട്രേസ് ചെയ്യുമ്പം നമ്മുടെ കയ്യോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും മൂവ് ആകാതെ ശ്രദ്ധിച്ചോണം. പിന്നെ വലിയ പിക്ചർ ആകുമ്പോൾ നമുക്ക് ട്രേസ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം എല്ലാ പോയിൻറ്റ്സും നമുക്ക് കാണാൻ പറ്റും. മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റ്സ് വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ ഒരേ പിക്ചർ ട്രേസ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് ഏത് സൈസിൽ വേണേലും ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ട്രേസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഞാൻ ഫുള്ള് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പേപ്പർ നമുക്ക് മാറ്റാം. ഇനി വോളിയം ഡൗൺ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് സ്ക്രീൻ അൺലോക്ക് ചെയ്യാം. അതിനുശേഷം ബാക്കി പകുതി ഭാഗം കൂടി നമുക്ക് ട്രേസ് ചെയ്യണം. ബാക്കി പകുതി ഇതുപോലെ സൈഡിലേക്ക് മൂവ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. അല്ലാതെ സൂം ചെയ്ത് ചേഞ്ചസ് ഒന്നും വരുത്തരുത്. കാരണം പിക്ചറിൻ്റെ സൈസ് മാറിപ്പോകും. സെയിം ഇതേ പിക്ചറിനെ തന്നെ ഒരു സൈഡിലേക്ക് മാറ്റി സെക്കൻഡ് ഹാഫും കൂടി നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡ്രോ ചെയ്ത അതേ ലൈൻസ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ഡ്രോ ചെയ്യാൻ. പിന്നെ സ്ക്രീൻ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ലോക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഈ ഒരു പിക്ചറും ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു പേപ്പറിലേക്ക് നോക്കിയേ. നമ്മൾ ഒരേ പിക്ചർ തന്നെ രണ്ട് സൈസിൽ ട്രേസ് ചെയ്തത് കണ്ടോ. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാം. പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ പിക്ചേഴ്സൊക്കെ ആണ് നമുക്ക് A4 സൈസിലൊക്കെ വേണമെങ്കിൽ മാത്രം പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. അതുപോലെ സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈൻ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യുന്ന മെത്തേഡ് അറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബൺ കോപ്പി ഉപയോഗിച്ച് നമ്മൾ ഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യുന്നത്. അതുപോലെ അരിവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്